ഹരിയാന അതുപോലെ ജമ്മു കാശ്മീർ ഇവിടെ നിന്ന് നേരിട്ട് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് എന്ന് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മുടെ വാർത്താ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഹരിയാനയിൽ നിതിൻ അംബുജനും വാർത്താ സംഘവും അതുപോലെ ജമ്മു കാശ്മീരിലെ ബൽറാം നെടുങ്ങാടിയും വാർത്താ സംഘവും. അപ്പോൾ ഈ രണ്ട് സംഘങ്ങൾ ഡൽഹിയിൽ നമ്മുടെ പ്രതിനിധികളുണ്ട്. അതുകൂടാതെ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനം ഗ്രൗണ്ട് റിയാലിറ്റി വെച്ച് താരതമ്യം ചെയ്യാൻ നമ്മുടെ വാർത്താ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ഹരിയാനയിൽ നിതിൻ അംബുജനുണ്ട്. നിതിൻ അംബുജൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. നിതിൻ, ഗുഡ് മോർണിംഗ്. നിതിൻ, നമ്മുടെ മൂവർ സംഘം നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ യഥാർത്ഥ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വേഗത്തിൽ ഒരുപടി മുന്നിൽ പോകാൻ പറ്റുമോ എന്ന കാര്യം നമ്മൾ ആലോചിക്കും. നിതിൻ അംബുജൻ, ഹരിയാനയുടെ പാതപതനങ്ങൾ അല്ലെങ്കിൽ ആ മണ്ണിൻ്റെ പ്രത്യേകത, ഒരുപാട് പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഹരിയാനയെ നേരിടുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കോൺഗ്രസിന് വലിയ പ്രതീക്ഷയാണ് ഹരിയാനയിലുള്ളത്. അപ്പോൾ പ്രതീക്ഷയ്ക്ക് എത്രമാത്രം അർത്ഥമുണ്ട്, പറയൂ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്. ഇനി ഏതാണ്ട് അരമണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ വോട്ടെണ്ണലിനായി. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ചങ്കിടിപ്പ് കൂടുന്ന മണിക്കൂറുകളാണ്. 22 ജില്ലകളിലായി 93 കൗണ്ടിംഗ് സ്റ്റേഷനുകൾ ഇതിനും തന്നെ തയ്യാറായി കഴിഞ്ഞു. എന്തായാലും വലിയ സുരക്ഷയിലാണ് ഇപ്പോൾ എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഭൂപേന്ദ്ര സിംഗ് ഹൂഡയുടെ വസതിക്ക് മുന്നിലാണ്. ഇവിടെ എല്ലാം തന്നെ ഇതിനെ തന്നെ സജീവമായി കഴിഞ്ഞു. ആളുകൾ എത്തിത്തുടങ്ങി. നേരത്തെ രാവിലെ 6 മണിക്ക് വരുമ്പോൾ കണ്ട കാഴ്ച അത്രയേറെ ആളുകളുണ്ടല്ല. പക്ഷേ ഇപ്പോൾ എന്തായാലും രാവിലെ മുതൽ തന്നെ ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ SK സൂചിപ്പിച്ച പോലെ തന്നെ BJP ഹാട്രിക് വിജയം നേടുമോ അതോ കോൺഗ്രസ് വീണ്ടും തിരിച്ചു വരുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് രാവിലെ 10 മണിയോടെ ഹരിയാനയുടെ ചിത്രം നമുക്ക് വ്യക്തമാകും. ആ നിലയിൽ തന്നെയാണ് എക്സിറ്റ് പോൾ പ്രവചനമെല്ലാം തന്നെ ഹരിയാനയിൽ കോൺഗ്രസ് വലിയ പ്രതീക്ഷ നൽകുന്നത്. കേവലം എക്സിറ്റ് പോൾ പ്രവചനത്തെ ആശ്രയിച്ചു മാത്രമല്ല കോൺഗ്രസിന് ആ പ്രതീക്ഷ നൽകുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തുടരുന്ന അവിടുത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ, രാഷ്ട്രീയ ചലനങ്ങൾ, അതോടൊപ്പം തന്നെ കർഷക സമരം, ഗുസ്തി സമരം, കൂടാതെ ജാട്ട് സമുദായത്തിന്റെ അടക്കം തന്നെ ഉയർന്ന സമരങ്ങളെല്ലാം തന്നെ, പ്രതിഷേധങ്ങളെല്ലാം തന്നെ ആ സൂചനകൾ കോൺഗ്രസിന് അനുകൂലമാകും എന്നുള്ളതാണ്. ഒരുപക്ഷെ 60-ന് മുകളിലേക്ക് പോകാം എന്നുള്ളതാണ്. ആ നിലയിൽ തന്നെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ എന്തോ പ്രശ്നമുണ്ട് അല്ലേ? ശബ്ദം ഒന്നും പ്രശ്നമല്ല. ആഷ്മി, അപ്പൊ നമ്മൾ ഹരിയാനയിൽ യഥാർത്ഥത്തിലെ കോൺഗ്രസ് വല്ലാത്ത പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു അല്ലേ? മാത്രമല്ല ഈ എക്സിറ്റ് പോൾ എന്ത് പറഞ്ഞാലും അതിലൊന്നും BJP വിശ്വസിക്കുന്നില്ല. അവര് പറയുന്ന ഫലം വരുമ്പോൾ സിറ്റുവേഷൻ മാറുന്ന. അവിടുത്തെ BJP നേതാക്കൾ അങ്ങനെ ഉറച്ചത് ആത്മവിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ 2 വർഷം അതിൽ ഹരിയാനയിൽ പ്രശ്നങ്ങളാണ്. മൊത്തം കർഷക പ്രശ്നം, ഗുസ്തിത്താനങ്ങളുടെ പ്രശ്നം, ജാട്ട് പ്രശ്നം, അല്ല ആ പ്രശ്നം, ഈ പ്രശ്നം, മൊത്തത്തിൽ അങ്ങനെ പ്രശ്നമായി നിൽക്കുകയാണ്. പ്രശ്നം അവിടെ മാത്രമല്ല SK 10 വർഷം അടുപ്പിച്ച് ഭരിച്ചു. അപ്പൊ അതിന്റേതായ സ്വാഭാവികമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും. ആ വികാരത്തിൽ ഇതെല്ലാം കൂടി ചേരുമ്പോഴേക്കും BJP അത് തെല്ലൊന്നുമല്ല അലട്ടുന്നത് എന്ന് ചില നേതാക്കളൊക്കെ ഹരിയാനയുടെ 3ാം വട്ടം പിടിക്കുമെന്ന് അധികാരത്തിൽ പറയുന്നുണ്ടെങ്കിലും അങ്ങോട്ട് അടുത്ത് പ്രധാനപ്പെട്ട നേതാക്കൾ അങ്ങോട്ട് ഉറപ്പിച്ച് ഞങ്ങൾ 3ാം വട്ടം പിടിക്കുമെന്ന് പറയുന്നില്ല. മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ ഭൂപേന്ദ്ര ഹൂഡയൊക്കെ ഇപ്പോൾ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചകൾ തുടങ്ങുന്നു. ഹൂഡയാണോ ഷെൽജയാണോ തുടങ്ങിയ അവിടെ കാര്യങ്ങൾ തുടങ്ങുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിന് സമാനതകളില്ലാത്തവണ്ണം ഹരിയാനയിൽ അടുത്തിടയില്ലാത്ത വലിയ പ്രതീക്ഷ അവിടെ ഉണ്ട്. അതിന് കാരണം ജാട്ട് എന്ന് പറയുന്ന അവിടുത്തെ 27% വരുന്ന സമുദായ വിഭാഗം ഏതാണ്ട് പൂർണ്ണമായി തന്നെ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു. ജാട്ടാണ് കോൺഗ്രസിന്റെ കട്ടക്കിൽ. കൂട്ടത്തിൽ ചോദിക്കട്ടെ, പുട്ടി ഇത്തിരി കൂടി പോയോ? എന്റെയോ? ഇല്ല. പ്രേക്ഷകർ പറയുന്നു. അപ്പൊ എനിക്കും എല്ലാം പ്രശ്നം. ഇത്തിരി പ്രശ്നമായിരുന്നു. വൈകിട്ട് പലരും പറഞ്ഞിരുന്നു. വ്യാപകമായ പ്രതിഷേധം എനിക്ക് തോന്നിയായിരുന്നു. താങ്ക് യു. ഇടയ്ക്ക് ആയുസിൽ ഒരിക്കലാ ഒന്ന് തോന്നുന്നത് അല്ലേ? ഓക്കെ, പറയൂ വിജയകുമാർ. നമ്മൾ ഹരിയാന ഒരു ശ്രദ്ധാകേന്ദ്രമാകുന്നത് ഇത്തവണ ഭൂപേന്ദർ ഹൂഡ അവിടെ വീണ്ടും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നൊരു പൊതു വിലയിരുത്തലുണ്ട്. അപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഇപ്പോൾ സാധാരണഗതിയിൽ AICC ആസ്ഥാനത്തൊക്കെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ രാവിലെ ഒന്നും ഒരു ആഘോഷം ഉണ്ടാകാറില്ല. നേരത്തെ രാവിലെ വിനീത വിജയ അവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് മുന്നിൽ ഒരു 100 പേരുണ്ട്. ഇപ്പോ വല്ലാത്തൊരു ചങ്കൂറ്റം ആത്മവിശ്വാസമുണ്ട്. നേരത്തെ തന്നെ സെലിബ്രേഷൻ തുടങ്ങി കോൺഗ്രസ് എന്നാണ്. ഒരു കാര്യം ചെയ്യാം, വിനീത വിജയ അവിടെ അവരുടെ ഇടയ്ക്ക് തന്നെ ഉണ്ട്. ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു വിനീത? സുഖമായിരിക്കുന്നല്ലോ. അവിടെ ആവേശം മൂത്ത് നിൽക്കുന്ന പ്രവർത്തകരെ നടുവിലേക്കൊന്നും പോകണ്ട അല്ലേ? മണിയുടെയും തുടങ്ങി. വിനീത, എന്താണ് ഡൽഹി എന്ന് പറയാനുള്ളത്? അവരൊക്കെ കോൺഗ്രസ്സുകാർ പതിവിന് വിപരീതമായി വലിയ ആത്മവിശ്വാസത്തിലാണ്. മാത്രമല്ല ഈ ആത്മവിശ്വാസമുള്ള പുലർകാലെ തുടങ്ങി എന്നുള്ളതാണ്. പുലർകാല സ്വപ്നം സാധിക്കൂ. ആഷ്മി, അങ്ങനെയല്ലേ കല്യാണം? പാടരുതേ, പാടാവും. അപ്പൊ പറയൂ വിനീത. വെരി ഗുഡ് മോർണിംഗ് SK. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ ആർപ്പുവിളിയും ചങ്കുവിളിയും ഒന്നും മാത്രമല്ല, ഇവിടെ ഇതാ പടക്കം പൊട്ടിക്കലടക്കം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതാ അവിടെ വലിയ രീതിയിൽ ആഘോഷങ്ങൾ ഇങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ്. പുലർച്ചെ മുതൽ തന്നെ AICCക്ക് മുന്നിൽ ഈ പ്രവർത്തകരൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഹരിയാനയിൽ നിന്നുൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുള്ളത്, കോൺഗ്രസിന്റെ പ്രവർത്തകരുള്ള ഇത് അവർ അവിടെ ചുവട് വയ്ക്കുകയാണ്. അവർ ഇങ്ങനെ വലിയ ആവേശത്തിൽ തന്നെയാണ്. എന്താണെങ്കിലും വോട്ടെണ്ണൽ പോലും ആരംഭിച്ചിട്ട്
दोबारा उठा जी होंगे। सेलिब्रेशन स्टार्ट हो गया। हाँ जी, कुल 70+ सीटें। 70+, 70+। हरियाणा सीएम नायब सिंह सैनी भी आ रहे हैं, सीएम भी आ रहे हैं। पूरा का हाँ जी, किसानों का, बहनों का, सरपंचों का, कर्मचारियों का जो शोषण हुआ है उसका बदला हरियाणा की जनता ने ले लिया वोट की चोट के साथ। इदा इसके हरियाणയിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകരാണ് ഇദ്ദേഹം दिल्ली की इसी सड़कों पे हमारी बहन बेटियों को घसीटा गया था, उसका बदला 5 तारीख को ईवीएम में वोट की चोट से आज हमने ले लिया है। ഹരിയാനയിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ് അദ്ദേഹം. രാവിലെ തന്നെ അദ്ദേഹം ഈ AICC മുൻപിൽ എത്തിയിട്ടുണ്ടായിരുന്നു. AICC വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ ഈ ആഘോഷത്തിൽ ഏറ്റവും പ്രായം കൂടിയ ഒരു കോൺഗ്രസ് പ്രവർത്തകരാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. വെരി കോൺഫിഡന്റ് 70 पार क्योंकि युवाओं को सम्मान नहीं मिला, उन्हें नौकरी नहीं मिली, हमारी बेटियों को सम्मान नहीं मिला। जो उनके साथ गुंडे MP थे उन लोगों को अरेस्ट नहीं करा मोदी जी ने, और महिलाओं को और बेटियों का सम्मान नहीं किया, और इसी वजह से कांग्रेस पार्टी आ रही है। ഇതാണ് രാവിലെ മുതൽ അദ്ദേഹം ഇവിടെ എത്തി ഇങ്ങനെ ചൂട് വെക്കുകയാണ്. ആ പ്രായമൊക്കെ മറന്നുകൊണ്ട് തന്നെയാണ് വിജയൻ പറയുന്നു. വിജയകുമാർ ഒരു സാമൂഹ്യ പ്രശ്നം പുള്ളി പറയുന്നു. നമ്മുടെ പ്രതിപക്ഷ നേതാവാ യൂട്യൂബിലെ തല പെയിന്റ് ചെയ്യാൻ തന്നെ 24 നല്ലൊരു തുക വേണ്ടി വരും. എന്തിനാ വിജയനെ കണ്ടുകൊണ്ട് ഞാനതിൽ പ്രതികരിക്കുന്നേ ഇല്ല. അത് ജനവിധി എഴുതട്ടെ. മാത്രമല്ല അതൊക്കെ ലോക സത്യങ്ങൾ പ്രതികരിക്കുന്നതേ ഇല്ല. ഞാനും പ്രതികരിക്കുന്നു. ഓക്കെ, ഇതിൽ മഴ പെയ്യുന്നില്ല എന്നൊരു ആശ്വാസമുണ്ട്. ഇവിടെ മഴ പെയ്താൽ ഓക്കെ. അപ്പൊ തൃശ്ശൂർ പൂരം പോലെ ആകരുന്ന സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നുണ്ട്. എല്ലാ ആഘോഷങ്ങളും ചില അമിട്ടുകൾ പൊട്ടും. അതിനിടയ്ക്ക് ചിലപ്പോൾ ചില പൂരത്തിന്റെ ചില സാമ്യങ്ങളൊക്കെ വരും. അത് നിങ്ങൾ സഹിച്ചേ പറ്റും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ ഒന്നിച്ച് നടത്തിയ യാത്രയല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നമ്മൾ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചത്. അപ്പൊ രാഷ്ട്രീയ കുടമാറ്റമുണ്ട്, രാഷ്ട്രീയ പഞ്ചാരിയുണ്ട്, രാഷ്ട്രീയ പാണ്ഡിമേളമുണ്ട്, അതെല്ലാം ഇവിടെ ഉണ്ടോ? എലഞ്ഞിത്ര മേളം നമ്മൾ എലഞ്ഞിത്രയിലേക്ക് കയറി കഴിഞ്ഞു അല്ലേ? ഇതാണ് നമ്മുടെ തട്ടകം. ഈ ന്യൂസ് ഡെസ്ക് ആണ് നമ്മുടെ തട്ടകം. പക്ഷേ ആ പൂരം അലങ്കോലമാക്കാൻ ആർക്കും പറ്റില്ല. ആ പൂരം അലങ്കോലമാക്കാൻ ആർക്കും പറ്റില്ല. പോലീസുകാർക്ക് സ്കോപ്പില്ല. ഒരു സ്കോപ്പില്ല. ദിനേശ്വർ അടുത്ത റൂമിലെ ഹിന്ദിക്കാരൻ വന്ന് ചോദിക്കും, രാവിലെ എന്തുവാടേ ഒരു ബഹളം, എന്തുവാടേ നിങ്ങൾക്ക് എന്നും ആഘോഷമാണോ? എന്റെ ദിനേഷ് ഹരിപ്പാട്, താങ്കൾ ഒരു സൈനികനല്ലേ? ദിനേഷ് ഹരിപ്പാട് അത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഒപ്പം തന്നെ തുടരുക. 8 മണിയാകുമ്പോൾ വോട്ടെണ്ണൽ ആരംഭിക്കും. ഏതാണ്ട് 8:30 ആകുമ്പോഴേക്ക് നമുക്ക് ആദ്യ ഫലസൂചന അറിയാൻ കഴിയും. എന്തായാലും 2 സംസ്ഥാനങ്ങളിലേക്കും നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളൊരൊറ്റ മാരത്തോണായിരിക്കും അല്ലേ? നമ്മളൊരൊറ്റ പോക്കായിരിക്കും അല്ലെ? നമ്മൾ ചിലപ്പോൾ സ്പീഡ് കൂടി പോകുന്ന നിങ്ങൾ കുറയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ കുറയ്ക്കും. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ ഒന്നിച്ചുള്ള യാത്ര, നമ്മൾ ഈ മൂവർ സംഘം, വി ആർ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നമ്മളത് സംശയരഹിതമായി തെളിയിച്ച കാര്യമാണ്.